നന്ദിഗ്രാം കൂട്ടക്കൊലയുടെ ആസൂത്രകനായി ആരോപിക്കപ്പെടുന്ന മുൻ MP ലക്ഷ്മൺ സേത്തിനെ CPM പിന്നീട് പുറത്താക്കിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്മൺ സേത്തിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇതുവരെയും നന്ദിഗ്രാം വിഷയത്തിൽ CPMനെതിരെ ശക്തമായ പ്രചാരണം അഴിച്ചുവിട്ടിരുന്നത്. എന്നാൽ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയാണ് ലക്ഷ്മൺ സേത്ത് പ്രചാരണം നടത്തുന്നത്. തന്റെ പഴയ മണ്ഡലമായ താംലൂക്കിലാണ് ലക്ഷ്മൺ സേത്തിന്റെ പ്രചാരണം. താംലൂക്ക് ഉൾപ്പെടുന്ന കിഴക്കൻ മിഡ്നാപൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് ലക്ഷ്മൺ സേത്തിന് വിലക്കുള്ളതിനാൽ കോടതിയിൽ ഹാജരാവാൻ എത്തുമ്പോഴും മാധ്യമങ്ങളിലൂടെയുമാണ് ലക്ഷ്മൺ സേത്ത് തൃണമൂൽ കോൺഗ്രസിനായി പ്രചാരണം നടത്തുന്നത്. എന്നാൽ ലക്ഷ്മൺ സേത്തിന്റെ വരവ് കിഴക്കൻ മിഡ്നാപൂരിലെ തൃണമൂൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒട്ടും സഹിക്കാനായിട്ടില്ല. താംലൂക്കിലെ തൃണമൂൽ സ്ഥാനാർത്ഥി ശുഭേന്ദു അധികാരിയുടെ പിതാവും കിഴക്കൻ മിഡ്നാപൂർ തൃണമൂൽ അധ്യക്ഷനുമായ ശിശിർ അധികാരി പറയുന്നത് തൃണമൂലിന് വേണ്ടി സംസാരിക്കാൻ ലക്ഷ്മൺ സേത്തിന് അധികാരം നൽകിയത് ആരാണെന്ന് കൊൽക്കത്തയിലിരിക്കുന്ന നേതാക്കളോട് പോയി ചോദിക്കാനാണ്. മറ്റൊരു നേതാവായ മാമൂദ് ഹുസൈൻ പറയുന്നത് സേത്തിനെ സഹിക്കാൻ വിഷമമായതിനാൽ അവഗണിക്കാനാണ് തങ്ങളുടെ തീരുമാനം എന്നാണ്. തൃണമൂലുമായി ഇപ്പോൾ അടുക്കാൻ ശ്രമിക്കുന്ന സേത്ത് നന്ദിഗ്രാം കൂട്ടക്കൊലയുടെ ആസൂത്രകനാണെന്നും ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണെന്നും മാമൂദ് ഹുസൈൻ ഓർമ്മപ്പെടുത്തുന്നു. തൃണമൂൽ നേതൃത്വവും ലക്ഷ്മൺ സേത്തും ഒരു അച്ചുതണ്ടായി പ്രവർത്തിക്കുകയാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണെന്ന ആരോപണവുമായി CPMും രംഗത്ത് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ അഭയകേന്ദ്രം കണ്ടെത്തിയ ലക്ഷ്മൺ സേത്ത് തന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം സംരക്ഷകരായ തൃണമൂൽ നേതാക്കൾക്ക് നൽകിയെന്നും CPM ആരോപിക്കുന്നു. മീഡിയ 1 ഡൽഹി.